പണ്ട് 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 ഹൈസ്കൂളിൽ പഠിച്ചിരുന്ന കാലഘട്ടത്ത് നമ്മുടെ നായിക സ്ഥിരം നായകനെയും കൊണ്ട് ക്ലാസ് കട്ട് ചെയ്ത് ചില ലൊട്ടിലൊടുക്ക് ജോലികൾക്ക് പോകുമായിരുന്നു. അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് അവൾ ഒരുപാട് സാധനങ്ങളും വാങ്ങുമായിരുന്നു. അങ്ങനെയാണ് അവൾ തൻ്റെ അമ്മയ്ക്ക് നല്ലൊരു അടിപൊളി പിൻ വാങ്ങിക്കൊടുത്തത്. അന്ന് സന്തോഷത്തോടെ അവൾ ഉറങ്ങുന്നത് നോക്കി നിന്ന അമ്മയാണിപ്പോൾ ദേഷ്യത്തോടെ വാതിലും കൊട്ടിയടച്ചു പോകുന്നത്. രാവിലെ ഭക്ഷണം കഴിക്കാൻ ടേബിളിൽ വന്നിരുന്നപ്പോൾ പോലും അമ്മ അവൾക്കുള്ള ഭക്ഷണം എടുത്ത് വെക്കുന്നില്ല. നീ ഇന്നലെ രാത്രി പറഞ്ഞതല്ല സത്യമാണോ? അതെ അമ്മ. കഴിഞ്ഞ ദിവസം അവൾ താൻ കുറച്ചുനാൾ ജോലിയൊന്നും ഇല്ലാതെ തന്നെ ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. അലാം കേൾക്കാതെ എണീക്കണം, ഇഷ്ടംപോലെ തിന്നണം. നിർത്തിരി. കറക്റ്റ് ടൈമിൽ കോളിംഗ് ബെൽ അടിക്കുന്നു. സിംഹവും മോവുമോ ആയിരുന്നു അത്. മോവും വന്ന പാടെ അവളെ നല്ലോണം ചെക്ക് ചെയ്യുന്നു. എന്താ മോളെ, ഞാൻ അവളെ അടിച്ച് പരിപ്പിളക്കുമെന്ന് കരുതിയോ? അതല്ല ആൻറ്റി, പണ്ട് വീട് വിട്ടുള്ള ഓടിപ്പോയി തിരിച്ചു വന്നപ്പോൾ അവളുടെ കാല് തല്ലി ഒടിക്കാറാക്കിയില്ലായിരുന്നോ? അതാ ഞാൻ നോക്കിയേ. ഭക്ഷണം വിളമ്പിയത് കൊണ്ട് തന്നെ അവരൊരുമിച്ച് എല്ലാവരും കൂടി കഴിക്കാനിരിക്കുന്നു. എന്ത് നല്ല അമ്മ, സ്വന്തം മോളെ പട്ടിണി കിട്ടിയിട്ട് അതിഥികളെ ഊട്ടുന്നു. അവൾ തൻ്റെ പാത്രം മോമിന് നേരെ നീട്ടുന്നു. അവളതിൽ കുറച്ച് ചോറിട്ട് കൊടുക്കുന്നു. സിംഹവിന് നേരെ അവൾ അടുത്തതായിട്ട് നീട്ടുന്നുണ്ടെങ്കിലും അവൻ അവളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. പെട്ടെന്നാണ് അവളുടെ അനിയൻ അങ്ങോട്ടേക്ക് വരുന്നത്. സിബ്ലിങ്സ് ഉള്ളവർക്കറിയാം, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാൽ മുട്ടനടിയാണ്. ഒന്നും രണ്ടും പറഞ്ഞ് രണ്ടുപേരും തമ്മിൽ മുടിയിൽ കയറി പിടിക്കുന്നു. രംഗം കലുഷിതമാകുമെന്ന് നമ്മൾ കരുതുന്നത് ദാമ കയ്യിലിടുന്ന പാത്രം ശക്തിയായി സിങ്കിലിടുന്നു. അതൊരു സൈറനാണല്ലോ. രണ്ടുപേരും പരസ്പരം ഇടുന്നു. അമ്മ എങ്ങോട്ടാച്ച പോകുന്നേ? നീ ഇച്ചിരി ക്ഷമിക്കുക. കുറച്ച് കഴിഞ്ഞതും താഴെ ബേസ്മെന്റിൽ നിന്ന് ഡ്രംസിന്റെ വലിയ ശബ്ദം കേൾക്കുന്നു. ഞാൻ നീ മിഡിൽ സ്കൂളിൽ വെച്ച് മ്യൂസിക് പഠിക്കണമെന്ന് പറഞ്ഞ് വാങ്ങിച്ചതല്ലേ? അതെ, പക്ഷെ അമ്മയ്ക്ക് അതുകൊണ്ട് ഇപ്പോൾ ഉപയോഗം. ദേഷ്യം കൂടുമ്പോൾ അമ്മ അത് പോയി വായിക്കും. കുറച്ച് കഴിഞ്ഞ് പോവും സക്രുവിനോട് സത്യം തന്നോട് പറയാൻ പറയുന്നു. സെക്സ് ആകാൻ വേണ്ടി നിനക്ക് എന്തൊരു ക്രേവിംഗ് ആയിരുന്നു. അത്ര പ്രൊഫഷണലിസ്റ്റ് ആയ നീ പെട്ടെന്ന് ജോലിയൊക്കെ കളഞ്ഞ് കല്യാണവും വേണ്ടെന്ന് വെച്ച് വന്നെന്ന് പറഞ്ഞാ അത് വിശ്വസിക്കാൻ കുറച്ച് പാടാ. അത് സത്യ. പക്ഷെ നീ ജോലിക്ക് കയറേണ്ട സമയമായി. മോൻ താൻ പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് പോകുന്നു. ഡാ, നീ ഇങ്ങോട്ടൊന്ന് വന്നേ. ഞാൻ വരില്ല. ഒന്ന് വാടാ പ്ലീസ്. അവളുടെ നിലവിളി കേട്ടിട്ട് അവൻ അടുത്തേക്ക് ചെന്നതും അവൾ അവൻ്റെ കഴുത്തിൽ മുറുക്കി പിടിക്കുന്നു. നീ എന്നെ ഇന്നലെ ഇവിടെ ഒറ്റയ്ക്കിട്ടിട്ട് പോയല്ലോ ചതിയ. അവൾ തൻ്റെ പിടി മുറുക്കുന്നു. വിടടി അവനെ. അവളുടെ അമ്മയായിരുന്നു അത്. എന്തൊരു സ്നേഹം. എനിക്ക് പകരം അവനെ അങ്ങ് മോനായിട്ട് എടുത്തോ. പറ്റുമായിരുന്നെങ്കിൽ എപ്പോഴേ ഞാൻ അങ്ങനെ ചെയ്തേനെ. സിംഹവിൻ്റെ പുതിയ ഓഫീസിൽ അവൻ്റെ 2 കൊളീഗ്സും ഉണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് അമ്മ തന്നയച്ച റൈസ് കേക്ക്സുമായി സിംഹവും സുക്രുവും വരുന്നു. സിംഹ പറയാറുള്ള അവൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് അല്ലേ? അതെ. അവനൊരു കോളില്ല, അതുവരെ നമുക്ക് സംസാരിച്ചിരിക്കാം. ചേച്ചി കുഞ്ഞുനാൾ തൊട്ട് സാറിൻ്റെ കൂടെയുള്ളതല്ലേ? സാറിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ? ആ കുട്ടിക്ക് അവനോട് ഒരു ആരാധനയൊക്കെ ഉണ്ടായിരുന്നു. തരാലോ. 1995 ഒരു സമ്മർ സമയം. അന്നാണ് ഞാൻ അവനെ ആദ്യമേ കാണുന്നത്. അന്ന് അവന് കുറയുന്നത് നന്നായിട്ട് അറിയില്ലായിരുന്നു. പതുങ്ങി ആൻറ്റിയുടെ കീഴിലായിട്ട് ഒളിച്ചു നിൽക്കുമായിരുന്നു. അന്ന് എനിക്ക് മനസ്സിലായി ഞാൻ അവനെ ഹെൽപ്പ് ചെയ്യണമെന്ന്. ആൻറ്റി ജോലിക്ക് പോകുമ്പോൾ അവനെ എൻ്റെ വീട്ടിലാക്കുമായിരുന്നു. ഞാൻ അവൻ്റെ കൂടെ ഒരുപാട് കളിക്കുമായിരുന്നു. അവന് വേണ്ടി ഒരു ക്യാസിൽ തന്നെ പണിതിട്ടുണ്ട് ഞാൻ. എൻ്റെ കുഞ്ഞ് കഴിക്കുക. അവനെ മറ്റുള്ള കുട്ടികൾക്ക് ഞാനാ പരിചയപ്പെടുത്തി കൊടുത്തത്. പിന്നെ ബാത്റൂമിൽ പോകുന്നത് ഞാൻ സഹായിക്കുമായിരുന്നു. ഒരുപാട് പൈസയായി. എൻ്റെ കുഞ്ഞ് വാ. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഞാനവനെ വളർത്തിയത്. കള്ളി നോക്ക്. എന്നിട്ട് അവൻ അതിൻ്റെ നന്ദിയുണ്ടോയെന്ന് ഇവൾ പറഞ്ഞല്ലോ നുണയാ. ആദ്യമായിട്ട് ഞാൻ കണ്ട വട്ടത്തിയാണ് ഇവൾ. നിങ്ങൾക്കറിയാമല്ലോ ഞാൻ എന്തെങ്കിലും പ്രൈവറ്റ് സ്പേസ് ഇഷ്ടപ്പെടുന്ന ആളാണെന്ന്. ഈ പെണ്ണിൻ്റെ ജീവിതത്തിൽ കയറിയതിൽ പിന്നെ ഒരു സൗകര്യവും തന്നിട്ടില്ല. എന്നെ ബാത്റൂമിൽ പോകാൻ സഹായിച്ചു എന്നല്ലേ? ഞാൻ ബാത്റൂമിൽ പോകുമ്പോൾ എൻ്റെ കുഞ്ഞിന് പാൻറ്റിട്ട് തരണമെന്ന് ചോദിച്ചു ഡോറും തുറന്ന് കയറി വരുമായിരുന്നു. സെക്ഷൽ ഹറാസ്മെൻ്റ് ആണ് അതൊക്കെ. ഇവളുടെ ശല്യം സഹിക്കാൻ വയ്യാതെയാണ് ഇവൾക്ക് മനസ്സിലാവുന്ന കാര്യം ഞാൻ സംസാരിച്ചു തുടങ്ങിയത്. എന്നിട്ട് ഇവൾ പറഞ്ഞു തരുന്നത് അവളാണ് എന്നെ പഠിപ്പിച്ചതെന്ന്. ഞാൻ സൂക്ഷിച്ചു വെക്കുന്ന പൈസ വരെ അടിച്ചുകൊണ്ട് പോയി ചോക്ലേറ്റ് ഐസ്ക്രീം വാങ്ങി തിന്നുമായിരുന്നു. എന്നിട്ട് എൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് കിടക്കും. അവൾക്ക് വേണ്ടാത്ത ഭക്ഷണമല്ല എന്നെ തീറ്റിക്കും. ഇവരുടെ തർക്കത്തിനിടയിൽ നിന്ന് നൈസായി കൊളീഗ്സ് മുങ്ങുന്നു. ഞാനൊരുപാട് ലവ് സ്റ്റോറീസ് വായിച്ചിട്ടുണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോണറാണ് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സ് റൊമാൻസ്. അതുപോലെ ആകും ഇവർ. അതെ ഗൈസ്, അവരുടെ ഫാൻകളായിട്ട് അവൾ മാറിയിരിക്കുകയാണ്. രാത്രി 3 കൂട്ടുകാരും കൂടി ഒരുമിച്ച് മീറ്റൊക്കെ ഫ്രൈ ചെയ്യുകയായിരുന്നു. മോൻ ബിയർ വാങ്ങാൻ പോയതും അവൻ സുക്രുവിനോട് എത്ര നാൾ ആരോടും ഒന്നും പറയാതെ നടക്കുമെന്ന് ചോദിക്കുന്നു. അറ്റ്ലീസ്റ്റ് ആൻറ്റിയോടെങ്കിലും നീ റീസൺ പറയണം, നിൻ്റെ അമ്മയല്ലേ? അവൾ പതിയെ അവൻ്റെ അടുത്ത് വന്നിരിക്കുന്നു. അമ്മ നിന്നോട് പറഞ്ഞിരിക്കുമല്ലോ എന്നോട് ഇങ്ങനെ പറയാൻ. അവൻ അവളുടെ കഴുത്തിൽ കയറി പിടിക്കുന്നു. നിനക്ക് രാവിലത്തെ ബാക്കി തരാനിരിക്കുമായിരുന്നു ഞാൻ. ചെറിയൊരു മടിയോടെയാണെങ്കിലും സുക്രുവിൻ്റെ അമ്മ അവളെ കല്യാണം കഴിക്കാനിരുന്ന ചെക്കൻ്റെ ഫോണിൽ വിളിക്കുന്നു. എന്നാൽ അവൻ എടുക്കുന്നില്ല. എന്താ അമ്മ ഒരു കള്ളക്കളി? അവൾ നൈസായി ഫോൺ വാങ്ങി നോക്കുന്നു. അമ്മ ഞാൻ പറഞ്ഞതല്ല ഞങ്ങൾ ബ്രേക്കപ്പ് ആയെന്ന്. ഇനി അവനെ വിളിക്കരുത്. അവൾ അവൻ്റെ നമ്പർ ഡിലീറ്റ് ആക്കുന്നു. സിംഹവിന് പിറ്റേന്നൊരു ഇൻ്റർവ്യൂ കൊടുക്കാനുണ്ടായിരുന്നു. അവനും കൊളീഗും കൂടെ അതിനുവേണ്ടി പോകുമ്പോഴാണ് നമ്മുടെ കണ്ണാടിക്കാരൻ വഴിയിൽ പെട്ടുപോയ ആക്രി പെറുക്കി വിൽക്കുന്ന ഒരു അമ്മൂമ്മയെ സഹായിക്കുന്നത് കാണുന്നത്. സിംഹവും ഒപ്പം ചേരുന്നു. അവർ രണ്ടുപേരും കൂടി അത് ആക്രിക്കടയിൽ കൊണ്ട് കൊടുക്കുന്നു. എന്തൊരു കഷ്ടമാണല്ലേ, നമ്മൾ രണ്ടുപേരും ചേർന്ന് വലിച്ചിട്ട് തന്നെ ക്ഷീണിച്ചു. അപ്പോൾ ഈ അമ്മൂമ്മ എന്തോരം കഷ്ടപ്പെടുന്നുണ്ടാവും. എന്നിട്ട് ഇത്രയും ചെറിയ പൈസയും. ജീവിതം അങ്ങനെയല്ലേ. വേറൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് തന്നെ കയറിയ ബസ്സിൽ വീണ്ടും വീണ്ടും കയറി യാത്ര ചെയ്ത പഴയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു സുക്രു. ജോലിസ്ഥലത്ത് വളരെ പെർഫെക്റ്റ് ആയിരുന്നു അവൾ. അതുകൊണ്ട് തന്നെ മിക്ക ആളുകൾക്കും അവളെ ഇഷ്ടവുമായിരുന്നില്ല.
അവൾക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് ഒന്ന് ഫോൺ വിളിച്ചാൽ പോലും അവളുടെ ഫിയാൻസെ കോൾ അടിക്കില്ലായിരുന്നു. അവസാനം അയാളെ തിരക്കിയിറങ്ങി അവൾ കാണുന്നതോ മറ്റൊരു പെണ്ണിനെ കിസ് ചെയ്യുന്ന അയാളെയാണ്. സിംഹവിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നത് നമ്മുടെ കണ്ണാടിക്കാരനായിരുന്നു. ഇൻ്റർവ്യൂ ഒക്കെ നന്നായി പോകുന്നു. രാത്രി തിരികെ വീട്ടിലേക്ക് നടക്കുകയായിരുന്നു സുക്രു. വഴിയിലൊരു കടയിൽ അവളൊരു മാതളനാരങ്ങയുടെ ചെടി കാണുന്നു. അത് വാങ്ങി വീടിൻ്റെ ഫ്രണ്ടിൽ വന്നതും ദാ അപ്പുറത്ത് നിന്ന് ഇറങ്ങി വരുന്നു സിംഹോ. നിനക്ക് സ്വന്തമായിട്ട് അപ്പാർട്ട്മെൻ്റ് ഒക്കെ ഇല്ലേ, പിന്നെ എന്തിനാ നിൻ്റെ പേരൻസിൻ്റെ വീട്ടിലോട്ട് വരുന്നേ? നീ നിൻ്റെ കാര്യം നോക്കിപ്പോ. എനിക്ക് ഇതായത് എൻ്റെ പ്രസൻ്റാണ്. നാളെയല്ലേ ഓഫീസിൻ്റെ ഉദ്ഘാടനം. ഓ താങ്ക്സ്, നീ വരില്ലേ? ഞാൻ നാളെയല്ല, ബിസിയാ. ഇതിന് നല്ല വെയിറ്റ്. എങ്കിൽ ഇവിടെ ഇട്ടോ. മാതളശ്ശേരി സമൃദ്ധിയുടെ ചിഹ്നവാ. ഇതിൻ്റെ ഓരോ ഇല പൊഴിയുമ്പോഴും നിൻ്റെ കമ്പനി ഇടിഞ്ഞിടിഞ്ഞ് നീ എന്ത് ഗിഫ്റ്റാണോ അത് കൂടോത്രമാണോ തന്നെ? വേണമെങ്കിൽ എടുത്താൽ മതി. ബൈ. പിറ്റേന്ന് രാവിലെ സിംഹുവിൻ്റെ ഓഫീസിൻ്റെ ഇനാഗ്രേഷന് പോകാൻ തിരക്കിട്ട് ഒരുങ്ങുകയായിരുന്നു സുക്രുവിൻ്റെ അമ്മ. എന്താ അമ്മ തിരയുന്നേ? നീ പണ്ട് എനിക്ക് തന്നൊരു പിന്നില്ലേ? അവളും തിരയാൻ തുടങ്ങുന്നു. അമ്മ എന്താ ഞാൻ US-ൽ നിന്ന് അയച്ച ഈ കോസ്മെറ്റിക്സ് ഒന്നും പൊട്ടിക്കാതെ വെച്ചേക്കുന്നത്? അത് ഞാൻ സ്പെഷ്യൽ സന്ദർഭങ്ങൾക്ക് വേണ്ടി വെച്ചേക്കുക. ഇത് എത്ര നാളെ ഞാൻ വാങ്ങിയിട്ട് അമ്മയുടെ ഒരു കാര്യം. എല്ലാവരും വന്നാട്ടെ. ഇനാഗ്രേഷൻ പരിപാടികൾ തുടങ്ങിയിരുന്നു. എല്ലാ അതിഥികളെയും അവൻ വെൽക്കം ചെയ്യുന്നു. കൂടുതൽ സുക്രുവിൻ്റെ അമ്മയുടെ പഴയ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അവർ സുക്രുവിൻ്റെ കല്യാണം മുടങ്ങിയതിനെ പറ്റിയും ജോലി പോയതിനെ പറ്റിയുമൊക്കെ പറഞ്ഞ് അമ്മയെ ഒരുപാട് കളിയാക്കുന്നു. കൃത്യസമയത്താണ് സുക്രു അവിടേക്ക് വന്നത്. നീ വന്നോ? ഞാൻ അമ്മയൊന്ന് കാണാൻ വന്നതാ. ഇവിടെ വന്നിട്ടൊന്നും കഴിക്കാതെ പോവാണോ? നീ ഇവിടെ നിൽക്കും, ഞാനിതാ വരുന്നു. മോളെ നീ എന്താ ഇവിടെ? ഇതാ അമ്മ, ഞാൻ കുറേ തപ്പിപ്പോയി പിൻ കിട്ടി. ഇത് തരാൻ വന്നയാ. ശരി ശരി, നീ പെട്ടെന്ന് പൊക്കോ. അപ്പോഴേക്കും അമ്മയുടെ ഫ്രണ്ട്സ് അങ്ങോട്ട് വന്നിരുന്നു. നിങ്ങൾ വന്നോ? ഇതെൻ്റെ മോള് സുക്രു. ഇവള് US-ൽ നിന്നൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് വന്നതാ. പുതിയ കമ്പനിയിൽ ചേരാൻ പോവാ. അതിനു മുമ്പ് എൻ്റെ കൂടെ കുറച്ച് നാൾ നിൽക്കട്ടെന്നേ. സുക്രുവിന് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. ഇതെല്ലാം കണ്ട് അവർക്ക് കുടിക്കാൻ എടുത്തുകൊണ്ടുവന്ന ജ്യൂസുമായി നിൽപ്പുണ്ടായിരുന്നു സിംഹു. തിരികെ വീട്ടിലെത്തിയിട്ട് സുക്രുവും അമ്മയും തമ്മിൽ വലിയ വാഗ്വാദം തന്നെ നടക്കുന്നു. അവൾ തിരികെ അമേരിക്കയിലോട്ട് തന്നെ പോകാൻ അമ്മ പറയുന്നു. എനിക്കറിയാം അമ്മയ്ക്ക് ഞാൻ തിരികെ വന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന്. ഞാൻ ഇനി ഒരിക്കലും വരില്ല എന്ന് ഉറപ്പിച്ചതുകൊണ്ടല്ലേ എൻ്റെ മുറി സ്റ്റോർ റൂം പോലെ ആക്കി മാറ്റിയത്. അമ്മയുടെ ജീവിതത്തിൽ നേടാൻ പറ്റാത്തതെല്ലാം ഞാൻ നേടിയെടുക്കണമെന്നത് കുറച്ച് കൂടുതലല്ലേ? അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. രാത്രി സിംഹ അടുത്തുള്ള പാർക്കിൽ ചെന്ന് അവിടെയെല്ലാം കാര്യമായി നോക്കുന്നു. അവസാനം അവൻ അവളെ കണ്ടെത്തുന്നു. നിനക്കെങ്ങനെ അറിയാമായിരുന്നു ഞാനിവിടെ ഉണ്ടെന്ന്? അതൊക്കെ എനിക്കറിയാം. ഇവിടേക്ക് അടിപൊളിയല്ലേ? നമുക്ക് സീസോയിൽ കയറിയാലോ? തന്നെ അങ്ങ് പോയാൽ മതി. തന്നെ ഞാൻ എങ്ങനെ സീസോയിൽ കളിക്കാനാ? വാ നമുക്കതിൽ കയറാം. ഞാനൊന്നും ഇല്ല. ശരിയാ, നിനക്കത് കയറാൻ വഴിയല്ലായിരുന്നോ? അവൾ അതിൽ വലിഞ്ഞു കയറുന്നു. ഇതാ കണ്ടോ, ഇതാ തൊട്ടപ്പുറത്ത് അവന്. നീ എന്താ കരുതിയാ പണ്ടത്തെ പേടിച്ചിരുന്ന കുഞ്ഞാണ് ഞാനെന്നോ? ശരിയാ, എന്തോ ഒരു സമയമല്ല കടന്നുപോയത്. അവരങ്ങനെ പഴയ ഓർമ്മകളൊക്കെ അയവിറക്കി ഇരിക്കുമ്പോഴാണ് മഴ പെയ്യുന്നത്. സിംഹ പോയൊരു കുടയുമായി വരുന്നു. എനിക്കെന്തേ കൂടാ? അവിടെ ഒരെണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിൽ എനിക്കൂടെ താ. അവരൊരുമിച്ച് കുടയുടെ കീഴിലിരിക്കുന്നു. അവളാണെങ്കിൽ ഒരു പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കര ചിരിയായിരുന്നു. പെട്ടെന്ന് അവൻ കുട മാറ്റുന്നു. കരയണമെന്ന് തോന്നുവാണെങ്കിൽ കരയണം, അല്ലാണ്ട് ഫോഴ്സ് ചെയ്ത് ചിരിക്കരുത്. അവൾ പൊട്ടിക്കരയുന്നു. മഴയൊക്കെ കഴിഞ്ഞതും അവൻ അവളോട് കരച്ചിൽ നിർത്താൻ പറയുന്നു. ദാ നോക്കൊരു ഷൂട്ടിംഗ് സ്റ്റാർ. എവിടെ? ദാ. ശരിയാണല്ലോ, എന്തെങ്കിലും വിഷ് ചെയ്യും. ഇവൾ പിള്ളേരെ പോലെ. എന്തായാലും അവൻ വിഷ് ചെയ്യുന്നു. നീ എന്താ ആഗ്രഹിച്ചേ? എൻ്റെ കമ്പനിക്ക് കടം കയറല്ലേ എന്ന്. പിന്നെ എന്നിട്ട് കമ്പനിക്ക് എന്ത് പ്രശ്നം പറ്റാനാ? പുതിയ ക്ലയൻസ് ഒന്നും ഇല്ലാന്നേ, അതുപോലെ കുറച്ച് പേര് പൈസ തരാനും ഉണ്ട്. പെട്ടെന്ന് അവൾ ചാടി ഇറങ്ങിയിട്ട് ആരൊക്കെ പൈസ തരാനുള്ളതെന്ന് പറയാൻ പറയുന്നു. ഞാനവരെ പേടിപ്പിക്കാം, അവർ പൈസ തന്നോളൂ. ആദ്യം നമുക്ക് അപ്പുറത്തുള്ള ഫുഡ് സ്റ്റോളിൽ നിന്ന് വല്ലതും കഴിക്കാം, വാ. നീ എങ്ങനെ അറിഞ്ഞ്? എന്ത്? ഞാൻ ആ ഫുഡ് സ്റ്റോൾ അടച്ചു കാണല്ലേ എന്ന് വിഷ് ചെയ്തത്. അങ്ങനെ അവർ ആ ഫുഡ് സ്റ്റോളിലേക്ക് നടക്കുന്നു. വീട്ടിലേക്ക് വന്ന് സുക്രു ഞെട്ടുന്നു. കാരണം അവളുടെ മുറി ആക്രസാധനങ്ങളൊക്കെ മാറ്റി വൃത്തിയാക്കിയിരുന്നു. അമ്മ, ഇതൊക്കെ എന്താ? നിന്റെ അമ്മ സിംഹവനോട് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാ. പാവം നമ്മുടെ പയ്യൻ നല്ലോണം പണിയെടുത്ത് ആ റൂം ഫുൾ റീഡിസൈൻ ചെയ്തിരിക്കുന്നു. അമ്മ എന്താ മുന്നേ എന്നോടിത് പറയാഞ്ഞത്? നീ എവിടെയായിരുന്നു ഇന്നലെ? നിന്നെ കാണാത്തോണ്ട് പറയാൻ പറ്റാഞ്ഞത്. അതൊക്കെ വീട് കഴിക്കാനിരിക്കുക. അവളുടെ അമ്മയുടെ തുണിയിൽ അവൾ വാങ്ങിക്കൊടുത്ത പിന്നുമുണ്ടായിരുന്നു. അവർ സന്തോഷത്തോടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. രാത്രി ഇറങ്ങാനായി അവൾ ബെഡിൽ കിടന്നത് മുകളിൽ റൂഫിൽ തിളങ്ങി നിൽക്കുന്ന സ്റ്റാർസും മൂഴ്സും ഒക്കെ കാണുന്നു. പണ്ട് ഹൈസ്കൂളിൽ വെച്ച് ഇതുപോലെ ഒരുപാട് റൂഫിൽ ഒട്ടിച്ചിരുന്നു. അന്ന് കാലിൽ തന്നെ വീഴാനൊരുങ്ങിയപ്പോൾ നേരെ സുഹുവിൻ്റെ മണ്ടയ്ക്കായിരുന്നു അവൾ വീണത്. അവൾ ഫോണെടുത്ത് അവനെ വിളിക്കുന്നു. നീ എങ്ങനെ ഈ സ്റ്റാർസൊക്കെ വീണ്ടും ഒട്ടിച്ചു? അതുമാത്രമല്ല, പണ്ടത്തെ പോലുള്ള ഷീറ്റ്സും ബ്ലാങ്കറ്റ്സും നീ ലവ് ലെറ്റേഴ്സൊക്കെ എഴുതി തകർത്ത ടേബിളും എല്ലാം ഉണ്ട്. നീ ഉറങ്ങും മുമ്പ് കർട്ടനൊക്കെ പിടിച്ചിടണേ. അവൾ കർട്ടൻ മാറ്റി നോക്കിയതും ഇതാ തൊട്ടപ്പുറത്തെ ജനലിൽ കൂടെ അവൻ ഇങ്ങോട്ട് നോക്കുന്നു. ഇനി തൊട്ട് എന്ന് നിൻ്റെ ഈ വെളിച്ചം വന്ന് കാണണമെന്ന് ഓർക്കുമ്പോഴാ. നീ എന്തിനാ എന്നെ വന്ന് കാണുന്നേ? ഞാനിങ്ങോട്ട് താമസം മാറ്റി. അവൾ അത്ഭുതത്തോടെ അവനെ നോക്കുന്നു.